യൂറോപ്പും അമേരിക്കയുമാണ് യുദ്ധത്തിൽ യുക്രൈന്റെ കരുത്തും ആത്മവിശ്വാസവും. ബൈഡൻ പോയി ട്രംപ് വന്നതോടെ യുക്രൈന്റെ അവസ്ഥ കഷ്ടത്തിലായി. അമേരിക്കയിൽ നിന്ന് വാരിക്കൂട്ടിയ ആയുധങ്ങളുടെ കരുത്തിലാണ് യുക്രൈൻ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇസ്രായേലിനും കൈയച്ച് സഹായം നൽകുന്നത് അമേരിക്കയാണ്. ഇരു രാജ്യങ്ങൾക്കും വാരിക്കോരി ആയുധം നൽകുന്നുണ്ട് അമേരിക്ക. അമേരിക്കയുടെ F-16 യുദ്ധവിമാനങ്ങൾ ഈ രാജ്യങ്ങളുടെ കരുത്താണ്. ഈ രാജ്യങ്ങൾ മാത്രമല്ല, അമേരിക്കയുടെ സഖ്യകക്ഷികളായ നിരവധി രാജ്യങ്ങൾ ഈ കരുത്തനെ സ്വന്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ ഈ അഹങ്കാരത്തെ തകർത്തിരിക്കുകയാണ് റഷ്യ. യുക്രൈൻ സ്വന്തമാക്കിയ F-16 യുദ്ധവിമാനത്തെ റഷ്യ തകർത്തിരിക്കുന്നു. അമ്പരന്നത് സെലൻസ്കി മാത്രമല്ല, അമേരിക്കയും കൂടിയാണ്. സെലൻസ്കിയും F-16 തകർത്ത വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ഫൈറ്റർ ജെറ്റിനെ തകർക്കാൻ ഏറെ പ്രയാസമാണ്. മിന്നൽ വേഗത്തിൽ ആക്രമണം നടത്തി മറയാനുള്ള ശേഷി ഇതിനുണ്ട്. ഏപ്രിൽ 12-നാണ് റഷ്യ ഈ യുദ്ധവിമാനത്തെ അനായാസമായി തകർത്തത്. ഇതുവരെ 2 F-16 വിമാനങ്ങളെ റഷ്യ തകർത്തിട്ടുണ്ട്. സംഭവം അന്വേഷിക്കാൻ ഒരു ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ടെന്നും യുക്രൈൻ അറിയിച്ചു. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് F-16 വിമാനം റഷ്യ തകർത്തത്. റഷ്യയുടെ സുഖോയ് ഫൈറ്റർ ജെറ്റിന്റെ കരുത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ F-16 കഴിയില്ലെന്നും അഭിപ്രായമുണ്ട്. F-16 റഷ്യയുടെ ഫൈറ്റർ ജെറ്റുമായി മത്സരിക്കാൻ പരിമിതിയുണ്ടെന്ന് യുക്രൈന്റെ വ്യോമസേന വക്താവ് നേരത്തെ പറഞ്ഞിരുന്നു. പിന്നാലെയാണ് റഷ്യ ഫൈറ്റർ ജെറ്റിനെ തകർത്തത്. ഇത് അമേരിക്കയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ്. സംഭവം ഇസ്രായേലിനും കൂടിയുള്ള മുന്നറിയിപ്പാണെന്ന് വിലയിരുത്തലുണ്ട്. ഇറാനുമായി യുദ്ധം ചെയ്യാനിറങ്ങുന്ന അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ ആശങ്ക ഉയർത്തുന്ന സംഭവമാണിത്. റഷ്യയുമായി ഏറെ അടുപ്പമുള്ള രാജ്യമാണ് ഇറാൻ. അമേരിക്കയുടെ ആയുധങ്ങളെയും യുദ്ധവിമാനങ്ങളെയും തകർക്കാനുള്ള സംവിധാനങ്ങൾ റഷ്യയിൽ നിന്ന് ഇറാൻ സ്വന്തമാക്കിയിട്ടുണ്ടെന്നും വിലയിരുത്തലുണ്ട്. അതിനിടെ യുക്രൈനിൽ റഷ്യ ശക്തമായ ആക്രമണം നടത്തുകയാണ്. യുക്രൈൻ നഗരമായ സുമിയിൽ റഷ്യ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 31 പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ 100-ലധികം പേർക്ക് പരിക്കേറ്റു. മിസൈൽ ആക്രമണത്തിന്റെ വീഡിയോ സെലൻസ്കി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. സംഭവത്തിൽ ശക്തമായി പ്രതികരിക്കണമെന്ന് ലോകരാജ്യങ്ങളോട് സെലൻസ്കി അഭ്യർത്ഥിച്ചു. ജനത്തിരക്കേറിയ സമയത്തായിരുന്നു ആക്രമണം നടത്തിയത്. ഓശാന ഞായറാഴ്ചയിൽ പള്ളിയിലേക്ക് പോകാനായി നിൽക്കുമ്പോഴായിരുന്നു ആക്രമണം. ജനവാസ മേഖലയിലാണ് റഷ്യ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതെന്നാണ് യുക്രൈൻ ആരോപിച്ചത്.